എടാ 500 പൊറോട്ട മറ്റന്നാ 11 മണിക്ക് നമ്മളെ കരുളയിൽ ബീരാക്കാരെ വീട്ടിലേക്ക് എത്തണം. കേൾക്കണേ ജി? ആ ഒന്ന് വേഗം നോക്ക് ഒരാള്. പിന്നെ ആ വരുന്ന ആളില്ലേ, മൂപ്പരുടെ വന്ന് തിരിച്ചു പോകുന്നത് വരെ ഈ ഒരു അക്ഷരം മിണ്ടരുത്. ഒന്നും മിണ്ടരുത്. ഉറപ്പാണല്ലേ? ഉറപ്പല്ലേ? ആ അയ്യോ സാറ 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 ആ വരി 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 വരി. ഞാനേ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നാണേ. ഞാൻ കുറച്ച് സാധനങ്ങൾ ഏൽപ്പിച്ചിരുന്നല്ലോ. സാധനങ്ങള് 500 വെള്ളപ്പം, 500 നൂൽപുട്ട്, അതിക്കുള്ള കറി സാധനങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നു. 4 മണിക്ക് പരിപാടിയാണേ. അപ്പൊ 4 മണിക്ക് മറന്നിട്ടൊന്നുമില്ലല്ലോ? മറക്കേ ഞങ്ങളോ? എന്ത്? അതായത് നിങ്ങളോടൊട്ട് ഞാൻ പറയാണല്ലോ, ഒരു ഭയങ്കര സംഭവമുണ്ട്. എൻ്റെ പണിക്കാരനാണ് അയക്കുന്നത്. അവങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ബൈക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ആക്സിഡൻറ്റ്. ഒരു ജീപ്പ് വന്നൊരു ഒറ്റയിടിയാ. നിങ്ങളുടെ ഈ പൊറോട്ടയും വെള്ളപ്പവും നൂൽപുട്ടും കറികളൊക്കെ പാടെ റോട്ടിൽ അത്തട്ട പോലെ കിടക്കണം. ആശുപത്രി കൊണ്ടുപോയില്ലേ? ഒരു വീട്ടുകാരൊന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ അവൻ കാരോട് അല്ലുട്ടിയെ അതെ അത് മുണ്ടൂല. അത് സംസാരിക്കാൻ പറ്റാത്തൊരു ഊമയാണ്. ജന്മന സംസാരശേഷി ഇല്ലതിന്. സംസാരല്ലേ? എന്നിട്ട് എന്താ പറ്റിയതല്ല അവസ്ഥ. കാലൊടിഞ്ഞ് തോന്നുന്നുണ്ട്. ഇതൊരു കാര്യം ചെയ്യ്, എന്റെ സാധനങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ട് ആ ചെറുക്കനെ എങ്ങനെയും ആശുപത്രി കൊണ്ടുപോയിക്കോളാം. എന്താ മുണ്ടാപ്രാണി എന്നൊക്കെ പറയാം. പിന്നെ കഴിഞ്ഞിട്ടില്ല, കേക്കണോ? വന്നിട്ട് അവിടെ കിടക്കണ കിടപ്പില് ഈ സാധനങ്ങളൊക്കെ വിരിച്ചു കിടക്കണം. അതിന്റെ ഇടയിൽ കിടന്നിട്ട് ഓരോ ഒറ്റ കോളാണ്. ഇതിന്റെ പൊന്നാരേട്ടാ, ഈ സാധനങ്ങളൊക്കെ എങ്ങനെ നമ്മളെ അംശത്തിൽ കുട്ടികൾക്കൊക്കെ കൊണ്ടു കൊടുക്കാന്ന് കരഞ്ഞു വിളിച്ചോരം ചോദിച്ചു. പാവം. അല്ല, ആര് ഫോൺ ചെയ്തു? ഓനെനിക്ക് ഫോൺ ചെയ്തു. എനിക്കൊരു കാര്യം കേൾക്കണ്ടേ? 4 മണിയാകുമ്പോ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്റെ പേരയിലെത്തിച്ചിട്ടില്ലെങ്കിൽ അന്നയും കൊല്ലും, എൻ്റെ ഊമനെയും കൊല്ലും, ഈ പേരക്കും ഞാൻ തീ വെക്കും. അത് ഓർത്തോ. എനിക്ക് എന്നെ മനസ്സിലായിട്ടില്ല ഞാൻ ആരാണെന്ന്. ഈ അംശത്തിൽ കുട്ടിയാക്കാൻ എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ.